വർക്കലയിലെ ട്രെയിൻ ആക്രമണത്തിൽ പെൺകുട്ടിയെ രക്ഷിച്ചയാളെ കണ്ടെത്താൻ റെയിൽവേ പോലീസ്. ശ്രീകുട്ടിക്ക് ഒപ്പമുള്ള പെൺകുട്ടി രക്ഷിച്ചയാളെയാണ് അന്വേഷിക്കുന്നത്. പ്രതി സുരേഷിനെ കീഴ്പ്പെടുത്തിയ ഇദ്ദേഹത്തിന്റെ മൊഴി കേസിൽ നിർണായകമാണ്. സിജോ വി ജോൺ ചേരുന്നു വിവരങ്ങളുമായി. സിജോ, അന്ന് ആ സംഭവ ദിവസം എന്താണ് സംഭവിച്ചത്? ഇയാൾ എങ്ങനെയാണ് ആ സംഭവ സ്ഥലത്ത് എത്തിയത്? കുട്ടിയും അർച്ചനയും യാത്ര ചെയ്തിരുന്ന അതേ കോച്ചിൽ ഉണ്ടായിരുന്ന ആളാണ് നമ്മൾ ഈ ഫോട്ടോ കാണുന്ന ആള്. ഇയാളാണ് ഈ ശ്രീകുട്ടിയെ സുരേഷ് ചവിട്ടി ട്രെയിനിന് പുറത്തേക്ക് വിട്ടതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന അർച്ചനയെ എടുത്ത് എറിയാൻ ശ്രമിക്കുമ്പോൾ ഓടി വന്ന് തടയുന്നയാള്. ഇയാളുടെ ഇടപെടൽ കൊണ്ടാണ് ആ രണ്ടാമത്തെ കുട്ടിയെ അർച്ചനയെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നത്. മാത്രമല്ല, ഈ സുരേഷിനെ കീഴ്പ്പെടുത്തിയതും ഇയാളാണ്. ഇയാളെ കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് ഈ കോച്ചിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ ഇവിടെ എത്തി ഇയാളെ സഹായിക്കുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ഇയാൾ കൂടി ചേർന്നാണ് RPF-ന് ഈ പ്രതി സുരേഷിനെ പിടിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇയാൾ ആരാണെന്ന് സംബന്ധിച്ച് ഇതുവരെയും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാളുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാണ്. കാരണം ഇത്തരത്തിൽ പെൺകുട്ടികളെ ആക്രമിക്കുന്നത് നേരിൽ കാണുകയും അത് തടയുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇയാളെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ റെയിൽവേ പോലീസ് തന്നെ പുറത്ത് വിട്ടിരിക്കുന്നത്. ഇയാളെ സുരേഷിനെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. എന്നിട്ട് പോലീസ് ഇയാളാണെന്ന് ആ സമയത്ത് അന്വേഷിച്ചില്ലേ? അത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത് ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ ആ സമയത്തുണ്ടായ യാത്രക്കാരനാണ്. അപ്പൊ ഈ ഇൻസിഡന്റ് നടന്നതിന് ശേഷം ആ ട്രെയിനിൽ കാര്യമായിട്ടുള്ള പോലീസുകാർ ആ സമയത്ത് ഉണ്ടായിരുന്നു നമുക്ക് തോന്നുന്നില്ല. യാത്രക്കാരുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ കൊടുക്കുന്നത്. പിന്നീട് ട്രെയിൻ റണ്ണിങ് ആയിരുന്നത് കൊണ്ട് ആ സമയത്ത് ഇയാൾ ആരാണെന്ന് സംബന്ധിച്ച് രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തിരുന്നു. പിന്നീട് യാത്രയിലായിരുന്നത് കൊണ്ട് ഇയാൾ പിന്നീട് അവിടുന്ന് പോവുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ പോലീസിന് ഇയാളാണ് ഇത് ചെയ്തതെന്ന് സംബന്ധിച്ച് അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനെ കോച്ചിൽ വെച്ച് ഒരാൾ ചേർന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് ആദ്യഘട്ടത്തിൽ വിവരം കിട്ടുന്നത്. പിന്നീടാണ് ഇയാൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് വിവരങ്ങളിലേക്ക് വരുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്തത്. അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ പോലീസിന് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടാൻ പറ്റാതിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ വിവരം അന്വേഷിക്കുകയാണ്. ഇത് ഇയാൾ കടന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ ഈ ട്രെയിൻ കടന്നുപോയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ ഇയാളെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്.